ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. കൂലി പടം കണ്ടു, എബോവറേജ് ഫിലിം മേക്കിംഗ്. അതാണ് ഒറ്റ വാചകത്തിൽ കൂലിനെ കുറിച്ച് പറയാനുള്ളത്. അതിനുള്ള സംഗതി ഇതിലുണ്ട്. കാരണം ഇതിലുള്ള അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, രജനികാന്ത്, മറ്റു കാസ്റ്റ് പെർഫോമൻസും മ്യൂസിക് ഒക്കെ വരുമ്പോൾ ഒരു എബോവറേജ് ഫിലിം മേക്കിങ്ങിന്റെ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ അതിലേക്ക് വരാം, ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരാം. ആദ്യം തന്നെ പറയട്ടെ, ലോകേഷ് കനകരാജ് സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്കാണ് ഈ പടത്തിന്റെ ഒരു തരത്തിൽ ഇതിന്റെ നെഗറ്റീവ്. കാരണം ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആണ്. കാരണം മാനഗരം തൊട്ടിട്ട് ഈ റീസെന്റ് ഒന്ന് ലീവ് അടക്കം സെറ്റ് ചെയ്ത് വെച്ചത് ഹൈ ക്ലാസ് ഫിലിം മേക്കിംഗ് ആണ്. അതിൽ തന്നെ വിക്രമും മറ്റേ കൈദി എന്നൊക്കെ പറയുന്നത് ഗ്രേറ്റസ്റ്റ് ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെയുള്ള ഒരു ഫിലിം മേക്കർ രജനികാന്തിനെ വെച്ചിട്ട് ഒപ്പം ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ്, ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ, പാട്ടിലടക്കം വരുന്ന മറ്റേ പൂജ, ശ്രുതിഹാസൻ, പിന്നെ നമ്മുടെ അമീർ ഖാൻ, ഇതൊക്കെ വരുമ്പോൾ ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കും? ഹൈ ആണ്. ആ ഹൈ ലെവൽ മീറ്റർ ഇതിലൊരു പോരായ്മയായിട്ട് വരികയാണ്. കാരണം ആൾക്കാർ വരുമ്പോൾ ഒക്കെ അത്രയും ഹൈ ആണ് പ്രതീക്ഷിക്കണം. കാരണം ഒരു ഡയറക്ടർക്ക് എപ്പോഴും ആ ഡയറക്ടറുടെ ആ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് പറ്റില്ല. ഒരാൾക്കും പറ്റില്ല. ഒരു ഫിലിം മേക്കറിനും ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കിംഗ് എല്ലാ പടത്തിലും ഒരേപോലെ കൊണ്ടുവരാന്ന് പറയുന്നത് എളുപ്പമല്ല. റയറായിട്ട് 1-2 പേർക്ക് പറ്റുമായിരിക്കും. ഇതില് ആ ഒരു ഗ്രേറ്റസ്റ്റ് ലെവലിൽ നിന്ന് ലോകേഷ് ഒരു പൊടി അടിയിലേക്ക് വന്നതുള്ളത് സത്യമാണ്.